الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നത് പോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നമ്മെ സൃഷ്ടിച്ചയക്കുമ്പോൾ നമുക്കിവിടെ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അവൻ ഒരുക്കിയിട്ടുണ്ട്. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ, അവനാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയവൻ അല്ലാഹുവാണ്. മനുഷ്യന് ഭക്ഷണവും വായുവും വെള്ളവും മാത്രമല്ല, അവന്റെ മനസ്സിനും അവന്റെ കണ്ണിനും കുളിരേകുന്ന സന്തോഷമേകുന്ന കാഴ്ചകളും കേൾവികളും എല്ലാം അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുന്നു. എല്ലാം സൃഷ്ടിച്ച് റബ്ബ് തആല നമ്മോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതിൽ തഖ്വ കൈക്കൊള്ളണം എന്ന്. എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇതെല്ലാം അള്ളാഹു നൽകിയതാണ്. അതെങ്ങനെ ഉപയോഗിക്കണം, എന്ത് എപ്പോൾ ഉപയോഗിക്കണം എന്ന റബ്ബിന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പാലിക്കണം. എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാവും ഇഹത്തിലും പരത്തിലും. അള്ളാഹു ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കരുത്, പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ പ്രവർത്തികൾ പ്രവർത്തിക്കരുത്. അത് നമ്മുടെ സുരക്ഷയ്ക്ക്, നമ്മുടെ സമാധാനത്തിന്റെ, നമ്മുടെ ഭദ്രതയ്ക്ക് വേണ്ടി അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അത് ലംഘിച്ചു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാകും. അള്ളാഹു തആല തന്നെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് കാണാൻ കഴിയും. ഭൂമിയിലും കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉടലെടുത്തിരിക്കുന്നു.
മനുഷ്യന്റെ പ്രവർത്തന ഫലമായി കൊണ്ട് മനുഷ്യന്റെ പ്രവർത്തന ഫലമായി കൊണ്ട് കരയിലും കടലിലും കുഴപ്പങ്ങളുണ്ടാവും. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും ആജ്ഞകളും പാലിക്കുകയാണ് അതിന് പരിഹാരമായിട്ട്. ഇന്ന് അത് ലംഘിച്ചതിന്റെ ഫലം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു വിട്ടുനിൽക്കണം, കഴിക്കരുത് എന്ന് പറഞ്ഞ, നിങ്ങൾക്കത് പ്രശ്നമുണ്ടാക്കും, പ്രയാസമുണ്ടാക്കും എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് ലഹരി എന്നുള്ളത്, മദ്യപാനം എന്നുള്ളത്. ഇന്ന് അതിന്റെ ഉപയോഗം സാർവത്രികമായി മാറിയിരിക്കുകയാണ്. ഭീകരമായ ഒരവസ്ഥയിലാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മദ്യത്തിനെതിരെ ശക്തമായി പറയുന്ന സമുദായമായ മുസ്ലിങ്ങൾ തന്നെ ഇന്ന് അതിൽ ചെറുതല്ലാത്ത സാന്നിധ്യങ്ങൾ, പങ്കുകൾ കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈമറി ക്ലാസ്സുകൾ മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും അതിൽ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ ഇതിന്റെ ഈ മദ്യത്തിന്റെ ലഹരി നുണയുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മിഠായിയുടെ രൂപത്തിലാണെങ്കിലും കോളകളുടെ രൂപത്തിലായിരുന്നാലും, എന്തിനേറെ അവർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ വൈറ്റ് ഇങ്ക് പോലും മദ്യമായി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക്, അതുപോലെ തന്നെ ഉറക്കഗുളികകളും അതുപോലുള്ള വേദന സംഹാരികളുമെല്ലാം അതൊരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് അത് ലഹരിയായി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ലഹരി കിട്ടുമോ അതെല്ലാം ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ്. വളരെ ഉന്നതമായ സമൂഹത്തിൽ അറിയപ്പെടുന്ന മാന്യമായ തറവാടുകളിലുള്ള കുട്ടികൾ, മാന്യന്മാരായ ആളുടെ മക്കൾ, ഇതെല്ലാം ഇതിൽ പെട്ടുപോവുകയാണ്. സമൂഹത്തെ മൊത്തം ഗ്രസിച്ചിരിക്കുന്ന ഒരു ഭീകരതയായി, അപകടമായി ഇന്ന് ലഹരി മാറിയിരിക്കുകയാണ്. എപ്പോഴാണ് നാം ഓമനിച്ച് വളർത്തുന്ന മകന്റെ കൈകൊണ്ട് മരണപ്പെടുക എന്നറിയാത്ത, അല്ലെങ്കിൽ വീട്ടിലെ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുക എന്നറിയാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് കാലം പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം മക്കളെ പോലും സംശയത്തോടുകൂടി വീക്ഷിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് ഇന്ന് സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് വിവരമില്ലാഞ്ഞിട്ടല്ല, ബോധമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള യഥാർത്ഥമായ വിശ്വാസവും ഭയവും ഇല്ലാത്ത സമൂഹമായി ഇന്ന് മുസ്ലിങ്ങൾ മാറി എന്നുള്ളതാണ്. പേരിനൊരു മുസ്ലിം എന്നല്ലാതെ പടച്ചവനെ കുറിച്ചുള്ള ശരിയായ ബോധമോ പരലോകത്തെ കുറിച്ചുള്ളൊരു ഭയമോ ഇല്ലാത്ത സമൂഹമാണ് ഇന്നുള്ളത്. പരലോകം എന്താണെന്ന് അറിയാത്ത യുവജനങ്ങളാണ് കൂടുതലും. നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം പോലും അറിയാത്ത മുസ്ലിം സമൂഹമാണ് ഭൂരിപക്ഷവും. മതമെന്തെന്നറിയാത്ത മതവിശ്വാസികളാണ് ഇന്നത്തെ പ്രശ്നം. ഇസ്ലാം എന്തെന്നറിയാത്ത മുസ്ലിങ്ങളാണ് പ്രശ്നം. അവരാണ് ഈ അതുല്യമായ മഹത്തായ ദീനിനെ എന്ന് പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസപരമായി ഏറെ ഉന്നതിയിലെത്തുമ്പോഴും ലോകമെന്ന് ലഹരി ഉപയോഗത്തിന്റെ വിഷയത്തിൽ നാണിപ്പിക്കുന്ന വളർച്ചയിലാണ് എത്തി നിൽക്കുന്നത്. ലഹരി ദിനം പ്രതി പുതിയ പുതിയ ഹബ്ബുകളും ബാറുകളും എല്ലാം തുടങ്ങുകയും പുതിയ തരത്തിലുള്ള ലഹരികൾ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൗതികമായ സാഹചര്യങ്ങൾ എത്ര ഉയർന്നിട്ടും ലഹരി ഉപയോഗം ഇല്ലാതെയാക്കാൻ സമൂഹത്തിന് സാധ്യമാകുന്നില്ല. ഇവിടെയാണ് ഈ വിഷയത്തിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ നാം വളരെ വലുതായി ലോകത്തോട് പറയേണ്ടത്, നാം അതിനെ സ്വീകരിക്കേണ്ടത്. മദ്യത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു ജനതയെ ഉത്തമ സമൂഹമാക്കി ലോകം ആഗ്രഹിക്കുന്ന ആളുകളാക്കി മാറ്റിയത് ഇസ്ലാമിന്റെ ആശയങ്ങളാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ ആ നിർദ്ദേശങ്ങൾക്കും ആശയങ്ങൾക്കുമല്ലാതെ ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരമുണ്ടാക്കാൻ, സമൂഹത്തെ മോചിപ്പിക്കാൻ കഴിയുകയില്ല. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇസ്ലാം വിരോധിച്ചിരിക്കുകയാണ്. ലഹരിയുടെ പ്രൊഡക്റ്റ് മാത്രമല്ല, അത് ഉണ്ടാക്കുന്ന എല്ലാ
സംഗതികളെയും അതുണ്ടാവുന്ന എല്ലാ അവസ്ഥകളെയും ഇസ്ലാം നിയോഗിച്ചതായി കാണാൻ കഴിയും. മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രതിനിധിയായിക്കൊണ്ട് ദഅവത്തിന് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂലേ, യമനിലുള്ള ആളുകള് തേനുകൊണ്ടൊരു മദ്യം ഉണ്ടാക്കാറുണ്ട്, തേനിൽ നിന്നൊരു മദ്യം ഉണ്ടാക്കാറുണ്ട്, ഭക്ഷണ പദാർത്ഥമാണല്ലോ തേന്, അതിൽ നിന്നൊരു മദ്യം ഉണ്ടാക്കാറുണ്ട്, അവർക്ക് കുടിക്കാറുണ്ട്. ഞാൻ അവിടെ പോയാൽ എന്താ അവരോട് പറയേണ്ടത്? അത് അനുവദിക്കണോ, അത് നിരോധിക്കണോ, എന്താണ് ആ വിഷയത്തിൽ ഞാൻ സ്വീകരിക്കുന്ന നിലപാടെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരികളും ഹറാമാണ്, നിഷിദ്ധമാണെന്ന് അവരോട് പറയണം. തേനുമെന്നുള്ള ഭക്ഷണമായി മരുന്നായി ഉപയോഗിക്കാനാണ്, അത് മദ്യമായി ഉപയോഗിക്കാനില്ല. അതുകൊണ്ട് അത് ഹറാമാണെന്ന് അവരോട് പറയണം. ഇപ്പോഴത്തെ ചില ആളുകൾ, യുവാക്കൾ പറയാറുണ്ട്, ഈ ബിയർ ഉണ്ടാക്കുന്നതൊക്കെ ഫ്രൂട്ട്സിൽ നിന്നല്ലേ, അതിനിപ്പോ എന്താ കുഴപ്പം, ഫ്രൂട്ട്സിന്റെ പഴച്ചാറാണിത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാറുണ്ട്. ചില ആളുകൾ പറയും ഇത് ആൽക്കഹോൾ ഇല്ലാത്ത ബിയറാണ്, ഇത് കുടിക്കാം. എന്റെ സഹോദരന്മാരെ, ചീഞ്ഞു നാറിയ ദുർഗന്ധം വമിക്കുന്ന സാധനം കുടിച്ച് എന്ത് കിട്ടാനാ? നല്ല ഫ്രഷായി ജ്യൂസ് അടിച്ച് കുടിച്ചൂടെ? അത് എടുത്തു വെച്ച് അത് ചീഞ്ഞറിഞ്ഞ് അതിനെ പൊളിപ്പിച്ച് അതിനെ വൃത്തികേടാക്കിയിട്ട് അത് കുടിക്കണോ? ഏത് പ്രകാരം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സംശയമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകള് ഒരു മൃഗങ്ങളെ പോലെയാണ്. എങ്ങനെയുള്ള മൃഗമാണ്? അന്യന്റെ തോട്ടത്തിന്റെ അരികിൽ മേയുന്ന മൃഗം. അവന്റെ തോട്ടമല്ല, അന്യന്റെ തോട്ടമാണ്, വേറൊരാളുടെ തോട്ടമാണ്, അതിന്റെ അരികിൽ പോയി മേയൽ. അപ്പോൾ ഏത് സമയത്തും ആ തോട്ടത്തിലേക്ക് കടക്കാം. അപ്പോൾ തനിക്ക് അനുവദനീയമല്ലാത്തതിന്റെ അരികിൽ പോയി നിൽക്കുമ്പോ അൺആൽക്കഹോളിക് ബിയർ കുടിക്കുന്നവന് പിന്നെ ബിയർ കുടിക്കാനൊരു മടി ഉണ്ടാവൂല, അതിലേക്ക് എത്തിപ്പെടും അവൻ. ബിയർ കുടിക്കുന്നവന്റെ അതിനേക്കാൾ വീര്യം കൂടി ഇത് തേടിപ്പോകും. അതുകൊണ്ട് തന്നെ ഹറാമാണോ എന്ന് സംശയമുണ്ടെങ്കിൽ പോലും അത് ഉപേക്ഷിക്കണം. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ഭക്തന്മാരാവും എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും മദ്യമാണ്. ലഹരി ഉണ്ടാക്കുന്ന ഭക്ഷണമാകട്ടെ, പാനീയമാകട്ടെ, എന്ത് വസ്തുക്കളാകട്ടെ, അതെല്ലാം ഹറാമായിട്ടാണ്, നിഷിദ്ധമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതെല്ലാം മദ്യത്തിന്റെ ഗണത്തിലായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുല്ലു മുസ്കിരിൻ ഖംറുൻ, ലഹരി ഉണ്ടാകുന്ന എല്ലാം മദ്യമാണ്. ചില ആളുകള് ചില കോളകളൊക്കെ കുടിക്കും, അത് കുടിച്ചൊരു പ്രത്യേക കിക്കാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുടിക്കരുത്, ഹറാമ്, അത് മദ്യത്തിൽ പെടും. അത് കുടിച്ചാൽ പ്രത്യേക ഒരു കിക്ക് കിട്ടണമെങ്കിൽ ആ കിക്ക് കിട്ടലാണ് മദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹറാമാണ്. വകുല്ലു ഖംറിൻ ഹറാം, എല്ലാ കള്ളുകളും എല്ലാ മദ്യങ്ങളും ഹറാമാണ്. അപ്പോൾ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ മദ്യത്തിന്റെ ഗണത്തിലാണ്, എല്ലാ മദ്യവും ഹറാമുമാണ്. ചികിത്സയ്ക്ക് വേണ്ടി പോലും മദ്യം ഉപയോഗിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ചോദിച്ചു, നബിയെ, മദ്യം ചില ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. മദ്യം ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പലസ്തീനിലെ കുട്ടികള് ആ യഹൂദികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ അവരുടെ മദ്യം എന്താ അറിയോ? ഖുർആനാണ്. ഖുർആൻ ഓതി അത് വെച്ച് ആ ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് അനസ്തേഷ്യ സൗകര്യം പോലും ഇല്ലാതെ ആ കുട്ടികളെ പച്ചയായി ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കുന്നത്. നമ്മുടെ നാട്ടിൽ പറയും, കുറച്ച് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ വേദന അറിയൂല, അല്ലേ? എന്താ അവരത് ചെയ്യാത്തത്? എന്താ കുടിക്കാത്തത്? കുടിക്കണേ അവരെന്നെ കുടിക്കേണ്ടത്. കാരണം കയ്യും കാലൊക്കെ ഇങ്ങനെ മുറിഞ്ഞിങ്ങനെ അറ്ററ്റ് പോവില്ലേ, അത് തുന്നിക്കെട്ടുമ്പോ വേദന അറിയാതിരിക്കാൻ കുട്ടികൾക്കല്ലേ കൊടുക്കേണ്ടത്? അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അല്ലാഹു റസൂല് പറഞ്ഞു, ഇന്നഹാ ലൈസത് ബിദവാഇൻ, മദ്യം ഒരിക്കലും അതൊരു മരുന്നല്ല. വലാകിന്നഹാ ദാഉൻ, മറിച്ച് അത് ഒരു രോഗമാണ്. മദ്യം വൈദ്യമല്ല, മദ്യം രോഗമാണ്. അതുകൊണ്ട് രോഗമല്ലാതെ ഗുണമുണ്ടാവില്ല.
അതുകൊണ്ട് തന്നെ എല്ലാ തിന്മകളുടെയും താക്കോലായിട്ടാണ് ലഹരിയെ ഇസ്ലാം കാണുന്നത്. അബീ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് ചെയ്തു, അല്ലാ തുശ്രിക് ബില്ലാഹി ശൈആ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വഇൻ ഖുത്തിഅത വഹുരിഖത, നിന്നെ കഷ്ണങ്ങളായി മുറിക്കപ്പെട്ടാലും തീരിട്ട് ചുട്ടുകരിഞ്ഞാലും ശരി, അല്ലാഹു അല്ലാത്തവരെ നീ പങ്കു ചേർക്കാൻ നീ നിൽക്കരുത്. കഷ്ണങ്ങളായി മുറിക്കപ്പെടുമെന്ന് കണ്ടാലും തീയിട്ട് കരിക്കുമെന്ന അവസ്ഥയെത്തിയാലും നീ ശിർക്ക് ചെയ്തു പോകരുത്. കാരണം നീ മുശ്രിക്കാവുന്നതാണ്. ആ തീയിലിട്ട് കരിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രയാസമുള്ള കാര്യം മനഃപൂർവ്വമായി കൊണ്ട് ഒരു നേരം നമസ്കാരം നീ ഉപേക്ഷിക്കാൻ പാടില്ല. ഒരു കാരണവുമില്ലാതെ മനഃപൂർവ്വമായി അള്ളാഹു അനുവദിച്ച കാരണമല്ലാതെ നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. മദ്യം കുടിക്കരുത്. തീർച്ചയായും മദ്യം എന്ന് പറയുന്നത് എല്ലാ തിന്മയുടെയും താക്കോലാണ്, എല്ലാ തിന്മയുടെയും ചാവിയാണ് മദ്യം. 3 കാര്യമാണ് ഉപേക്ഷിച്ച് ശിർക്കിനോട്, നമസ്കാരം ഉപേക്ഷിക്കുന്നതിനോട് ഒപ്പം അല്ലാഹു റസൂൽ പറഞ്ഞു മദ്യം കുടിക്കരുത്, അത് എല്ലാ തിന്മയുടെയും താക്കോലാണ് എന്ന് റസൂൽ പഠിപ്പിക്കുകയുണ്ടായി. ഇവിടെ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ് ആ മദ്യവും കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞത്. അതിനാൽ തന്നെ എല്ലാ ലഹരികളെയും അല്ലാഹു പരിപൂർണമായി നിരോധിച്ചിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു, തീർച്ചയായും മദ്യവും, വൽ മൈസിറു, ചൂതാട്ടവും. അല്ലെ, ചില ആൾക്കാർക്ക് ലോട്ടറി ഒരു ലഹരിയ. ലോട്ടറി അനുവദിച്ച ചില ആൾക്കാർ ലോട്ടറിയൊക്കെ ചൂതാട്ടത്തിലാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിങ്ങനെ കിട്ടും 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 എന്നുള്ള ആശയം എടുത്തെടുത്തെടുത്തെടുത്തെടുത്താകെ നശിച്ചു പോകുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ അത് ചൂതാട്ടമാണ്. അല്ലാഹുവിനല്ലാത്തവർക്ക് വേണ്ടി ബലിയെടുക്കാൻ പ്രപഞ്ചനാഥനായ അല്ലാഹുവിനല്ലാതെ ബലിയെടുക്കുന്ന ബലിപീഠങ്ങള്, വല്ലസ്ലാമോ, നന്മ തിന്മകൾ വിച്ഛേദിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പ്രശ്നക്കോടുകൾ. അല്ലെ, ചില ആളുകളൊക്കെ ആ ഉസ്താദിന്റെ അടുത്ത് പോയാൽ, ആ ഉപ്പാപ്പാടുത്ത് പോയാൽ, ആ ഷെയ്ഖിന്റെ അടുത്ത് പോയാൽ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നില്ലേ? അങ്ങനെയുള്ള ജ്യോത്സ്യവും ഇതെല്ലാം പിശാചിന്റെ പ്രവൃത്തികളാണ്, മോശമായ പ്രവൃത്തികളാണ്. ഈ കാര്യങ്ങൾ നിങ്ങളെ വിട്ടു നിൽക്കുക എങ്കിൽ നിങ്ങൾ വിജയിക്കും. പിശാച് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മദ്യം കൊണ്ടും അതുപോലെ ചൂട് കൊണ്ടുമൊക്കെ പിശാച് നിങ്ങൾക്കിടയിൽ ശത്രുതയും വൈരാഗ്യവും ഉണ്ടാക്കാൻ വേണ്ടിയാണ് പിശാച് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഏത് തിന്മകൾ എടുത്താലും, കൊലയായാലും കൊള്ളായാലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഇപ്പൊ പറഞ്ഞ അത് ഡ്രഗ് അഡിക്റ്റ് ആണ്, അവൻ മദ്യം ഉപയോഗിക്കുന്നതാണ്. 100-99 തെറ്റുകളും പിടിക്കപ്പെടുമ്പോ അത് മദ്യം ഉപയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ചൂതാട്ടം കൊണ്ടും മദ്യം കൊണ്ടും അത് നിങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കാൻ പിശാച് ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാകും, നിങ്ങൾക്കിടയിൽ വൈരാഗ്യമുണ്ടാവുകയും ചെയ്യും. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയുകയും നമസ്കാരത്തിൽ നിന്നും അവൻ നിങ്ങളെ പിന്തിപ്പിച്ചു കളയും. അപ്പോൾ അല്ലാഹുവല്ല ആരാധനയിൽ നിന്നും അവരെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നും നിങ്ങൾ അകർത്താൻ പിശാച് ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്കതിൽ നിന്ന് വിരമിക്കാൻ സമയമായില്ലേ? ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് പ്രവാചക അധ്യാപകരുടെ ഹൃദയം ലോലഹൃദയമായിരുന്ന ആ വിശാലഹൃദയമായിരുന്ന സ്വഹാബികൾ, മദ്യക്കച്ചവടക്കാരായിരുന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നവിടെ, അവരെല്ലാം അത് ഉപേക്ഷിക്കുക മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് കേട്ടപ്പോൾ വേഗം വീട്ടിലേക്ക് ചെന്നെല്ലാം അടിച്ചുടച്ച് നശിപ്പിച്ച്
അതളക്കുന്ന പാത്രങ്ങൾ പോലും പൊട്ടിച്ച് അത് വളരെ ആഴത്തിൽ അത് കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. എന്തിനാ അപ്പോ എന്നാ പിന്നെ അത് അളക്കണ പാത്രം, അത് നമുക്ക് വെള്ളം കോരാൻ ബാത്റൂമിലേക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കാൻ പാത്രം വെക്കാമായിരുന്നില്ല. എന്തത് വെച്ചില്ല? അത് കാണുമ്പോൾ ചിലപ്പോൾ അത് ഓർമ്മ വന്നാലോ, അത് കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാലോ. അതുകൊണ്ട് തിന്മയെ മാത്രമല്ല, ആ തിന്മ ഓർമ്മ വരുന്ന സാഹചര്യങ്ങളിൽ പോലും സ്വഹാബികൾ വെറുത്തിരുന്നു എന്നാണ്. ചില ആളുകൾ പറയും, ഞാൻ അവിടത്തെ ഇപ്പൊ ഒരു ട്രെൻഡാണ്, ദീനില്ലാത്ത ചെറുപ്പക്കാർക്ക് ഷാപ്പിലെ കറി, കള്ള് ഷാപ്പ് ചെന്നിട്ട് തിന്നുക, വേറെ എവിടെ നിന്ന് തിന്നാൻ കിട്ടാനില്ല, പാവങ്ങൾ എന്താ ചെയ്യാം. കള്ള് ഷാപ്പ് ചെന്നിട്ട് ഇറച്ചി മീൻ തിന്നാൻ വേണ്ടി പോവുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ന്യായീകരിച്ചതാ, ഞാൻ പോയത്, ഞാൻ ഇതുവരെ കള്ള് കുടിച്ചില്ല, പക്ഷെ ഞാൻ പലപ്പോഴും കള്ള് ഷാപ്പ് കറി തിന്നലുണ്ട് അല്ലെ. അപ്പോ തിന്മയെ മാത്രമല്ല, ആ തിന്മയുടെ സാഹചര്യങ്ങളെയും വെറുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു തിന്മ ഉണ്ടായിട്ട് അതിനെ ചികിത്സിക്കുന്നതിനേക്കാൾ തിന്മ ഉണ്ടാവാതിരിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. തിന്മ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളെ വെറുക്കണമെന്ന. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, മദ്യപിക്കുന്നവരുടെ കൂടെ നിങ്ങൾ ചങ്ങാത്തം കൂടരുത്, മദ്യപിക്കുന്നവരുടെ കൂടെ നിങ്ങൾ കൂട്ടുകൂടരുത്, അവരുടെ കൂടെ ഇരിക്കരുത്, അവരുമായി നിങ്ങൾ ഇടപാടുകൾ നടത്തരുത്, അവരുമായി ബന്ധങ്ങൾ ഉണ്ടാക്കരുത്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല എന്നാണ്. അതുകൊണ്ട് ജാഹിലിയ കാലത്ത് ജനങ്ങളെ മാറ്റാൻ കഴിഞ്ഞ ഈ വിശുദ്ധ ഖുർആൻ, ഇസ്ലാം എങ്ങനെയുള്ള ആളുകളെ മാറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ പവർ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ. ജാഹിലിയ കാലഘട്ടത്തിൽ അവിടെയുള്ള ഏറ്റവും അന്നത്തെ കാലഘട്ടത്തിലെ സാംസ്കാരിക പ്രവർത്തകരെന്ന് പറയുന്നത് കവികളാണ്. അന്ന് സിനിമയോ അല്ലെങ്കിൽ എഴുത്തോ മറ്റു കാര്യങ്ങളോ, കവിത എഴുതുന്ന, കവിത പറയുന്ന ഒരു ഇതാണ് അന്നത്തെ എന്റർടൈൻമെന്റ് ആയിട്ടും അതുപോലെ സാഹിത്യമായിട്ടും ഉപയോഗിച്ചിരുന്നത്. അതിൽ മദ്യപാനികളായ കവികൾ പാടിയിരുന്നു എന്നാണ്. ഞാൻ മരിക്കുകയാണെങ്കിൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ നിങ്ങൾ എന്നെ കുഴിച്ചിടണം. അപ്പോൾ ഞാൻ മരിച്ചാലും എന്റെ പല്ലുകൾക്കും നെല്ലുകൾക്കുമൊക്കെ ആ മുന്തിരിവള്ളിയുടെ ആ നനവെങ്ങനെ കിട്ടുമല്ലോ. എന്താ കള്ളുകുടിയന്മാര് പ്രാന്തായിട്ടേ ആ കള്ളിനോട് അത്രമാത്രം ഇഷ്ടപ്പെട്ട് ഞാൻ മരിച്ചാലും എന്നെ കുഴിച്ചിടണം, മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചിടണം. അപ്പൊ അതിന് വേരിങ്ങനെ വരുമ്പോ ഇരിക്കുന്ന നുണഞ്ഞിട്ട് ഇങ്ങനെ കിടക്കാണോ? ആ ഒരവസ്ഥയിൽ എന്നെ നിങ്ങളെ പള്ളിക്കാട്ടിലോ മൈതാനത്തിലോ നിങ്ങൾ മറമാടാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ എന്നെ ആളുകളൊക്കെ മറമാടുന്നത് കൊണ്ട് മറമാടിയാൽ ആ മുന്തിരിവള്ളിയുടെ ആ ടേസ്റ്റ് എനിക്ക് കിട്ടില്ലയോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു. അപ്പൊ മരിച്ചാൽ പോലും എനിക്കിത് കിട്ടണം എന്ന് അത്ര ഭ്രാന്തന്മാരായിരുന്ന ആളുകളെയാണ് ഇസ്ലാം മാറ്റിക്കൊണ്ട്. നിങ്ങളിത് പറയുന്നു വിചാരിക്കണ്ട, ഇതിന് സ്വഹാബികളൊന്നും ഇല്ല. അലി റളിയല്ലാഹു മദ്യപിച്ച് വന്ന് കുല്യാൽ കാഫിറിനെ ഓതി നിർത്താൻ പറ്റിയില്ല. മൂപ്പർക്ക് ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. മൂപ്പര് കുല്യാൽ കാഫിറിനെ ഓതി തീർന്നില്ല. അങ്ങനെ പല സ്വഹാബികളും മദ്യപിച്ചിട്ട് അവസാനം അല്ലാഹു വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിരമിക്കാൻ സമയമായില്ലേ എന്ന ചോദ്യം ഉണ്ടായപ്പോൾ അവരെ ഹൃദയത്തിലൊക്കെ കൊണ്ടു. അതുകൊണ്ട് അവരെല്ലാം അത് നിർത്തി, ആ സെക്കൻഡിൽ അവർ നിർത്തി. പിന്നെ ആരും സ്വഹാബത്തുൽ കിറാം ആരും മദ്യപിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്തു, നശിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നത് ഇസ്ലാം നിഷിദ്ധമാക്കി. അത് ഉപയോഗിച്ചാലുള്ള ഭവിഷ്യത്തുകളും ഇസ്ലാം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഒന്നാമതായി നബിസല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. ഒരു മുഅ്മിൻ കാണേണ്ടത് എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യപാനം എന്ന് പറയുന്നത്. വഅക്ബറുൽ കബാഇരി, ഏറ്റവും വലിയ തിന്മയാണത്. മൻ ശരിബഹാ, ആര് മദ്യപിക്കുന്നുവോ, അവൻ തന്റെ ഉമ്മയെയും തന്റെ ഉമ്മയുടെ സഹോദരിമാരെയും തന്റെ പിതാവിന്റെ സഹോദരിയെയും എല്ലാം വ്യഭിചരിക്കുന്നവരെ പോലെയാ.
കാരണം അവരൊക്കെ നമ്മുടെ ഉമ്മമാരുടെ സ്ഥാനത്ത് ആദരവും ബഹുമാനവും കൊടുക്കേണ്ടുന്ന ഏറ്റവും ബഹുമാനിക്കേണ്ട അടുത്ത ബന്ധമാണ് ഉമ്മയും ഉമ്മാടെ ജ്യേഷ്ഠത്തി അഞ്ചത്തി ഉപ്പാടെ സഹോദരിയൊക്കെ. അവരെ വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യൻ എത്ര നികഷ്ടനായിരിക്കും. ആ ഒരു സ്ഥാനമാണ്, ആ ഒരു ശിക്ഷയാണ് അവനുള്ളത് എന്ന് ഇസ്ലാം അള്ളാഹുവിന്റെ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്. മദ്യപിച്ചുകൊണ്ട് നിർത്താതെ തൗബ ചെയ്യാതെ മരിച്ചുപോയ ഒരു മനുഷ്യന് സ്വർഗം കിട്ടില്ല. കൊടുത്തതൊക്കെ എടുത്തു പറയുന്ന ചില ആളുകളുണ്ട്, അവർക്ക് സ്വർഗം കിട്ടൂല. പറയണം, ചില ആൾക്കാർ എന്ത് പറഞ്ഞാലും മനസ്സിലാവൂല. അവർ ചെയ്യുന്ന കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് സമാധാനാവുള്ളൂ. വിളിച്ചു പറയാൻ മാത്രമല്ല, ചില ആൾക്കാർ ഉപദ്രവിക്കലും ഉണ്ട്. ഞാൻ അത് ചെയ്തില്ലടാ, അത് ചെയ്തില്ലടാ, നന്ദി കെട്ടോളെ, മറ്റേ അല്ലേ? അള്ളാഹു മന്നാണ് വിളിച്ചു പറയുന്ന ആളുകള് ചെയ്ത കാര്യം എടുത്തു പറയുന്ന സ്വർഗത്തിൽ കിടക്കില്ല. ഉമ്മയെയും വാപ്പയെയും ഉപദ്രവിക്കുന്ന ആളുകളും സ്വർഗത്തിൽ കിടക്കില്ല. അതുപോലെ മുഴുക്കുടിയനായ മനുഷ്യൻ എപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവൻ തൗബ ചെയ്യാതെ എങ്കിൽ അവനും സ്വർഗത്തിൽ കിടക്കൂല. സ്വർഗം നഷ്ടമാവുന്ന ഒരു തിന്മയാണ് മദ്യമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടിക്കുന്നവനെ മാത്രമല്ല, അതുമായി ബന്ധമുള്ള എല്ലാവരെയും ഒരേ തുല്യതയിലാണ് ഇസ്ലാം കാണുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, മദ്യം അല്ലാഹുവിന്റെ ശാപമേറ്റതാണ്. കുടിക്കുന്നവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അത് ഒഴിച്ചു കൊടുക്കുന്ന കുടിപ്പിക്കുന്നവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ചില ആളുകള് എന്ത് ചെയ്യും? വലിയ ശമ്പളം കിട്ടും, സ്റ്റാർ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പണി? കള്ളൊഴിച്ചു കൊടുക്കല്. ഞാൻ കുടിക്കണമെന്നില്ല, കുടിക്കില്ലെങ്കിലും കോടികൾ തരാന്ന് പറഞ്ഞാലും സ്വർണ്ണ കൊട്ടാരത്തിലിരുത്തി സുഖിപ്പിക്കാമെന്ന് പറഞ്ഞാലും ആ ജോലി സ്വീകരിക്കാൻ പാടില്ല. അള്ളാഹ് ശപിച്ച ജോലിയാണ് മദ്യം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ആ മദ്യത്തിന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകള്, അത് ഉണ്ടാക്കുന്ന ആളുകള്, അത് വാങ്ങുന്നവരും അത് വിൽക്കുന്നവരും അത് വാങ്ങുന്നവനും അത് കൊണ്ടുപോകുന്ന വാഹനം ഓടിക്കുന്നവനോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിങ്ങോ ചെയ്യുന്നവനും അതുപോലെ തന്നെ അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് തിന്നുന്നവനും അവനും അള്ളാഹുവിന്റെ ശാപമേറ്റവനാണ്, അള്ളാഹു ശപിച്ച വർഗത്തിൽപ്പെട്ടവനാണ് എന്ന്. അത്രമാത്രം വളരെ മോശമായിട്ടാണ് ഇസ്ലാം മദ്യത്തെ, ലഹരിയെ കാണുന്നത്. നമ്മൾ ബോധമുണ്ടാകണം. നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചർച്ചകൾ ഉണ്ടാവും. വീടുകളിൽ ഓരോ തിന്മ ഉണ്ടാവും, നമ്മുടെ വീട്ടിലത് ചർച്ച ആവണം. അങ്ങനെ അതിന്റെ ഇസ്ലാമിക മാനങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കണം. അല്ലെങ്കിൽ അവർ പുറത്തുനിന്ന് കേൾക്കുന്ന പഠനം പഠിച്ചുകൊണ്ട് അതുപോലെയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ തിന്മയിൽ നമ്മയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വ യർളാഹ്. وصلى الله وسلم على نبينا محمد وآله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടുകയും പരിപൂർണ മുസ്ലിമായിക്കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ വീണ്ടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം വല്ലാത്ത ഒരു പിരിമുറുക്കത്തിൽ, വലിയ ഒരു പ്രയാസത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ലോകം മുഴുവനും ഇന്ന് ഇന്ത്യയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് കടന്നു കയറി ആക്രമിച്ച് നമ്മുടെ രാജ്യനിവാസികളായ നമ്മുടെ സഹോദരന്മാരെ, കുറച്ചധികം ആളുകളെ വധിക്കുകയും കൊല്ലുകയും അങ്ങനെ രാജ്യത്തിന് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അയൽരാജ്യവുമായി യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. യുദ്ധമുണ്ടായാൽ ഇരു കൂട്ടർക്കും അത് നഷ്ടമാണ്, സങ്കടമാണ്, പ്രയാസമാണ്. അതുകൊണ്ട്
രാജ്യസ്നേഹം ഹുബ്ബുൽ വത്നി നിസ്ഫുൽ ഈമാൻ, സ്വന്തം ജന്മനാടിനോടുള്ള സ്നേഹം ഈമാനിന്റെ പകുതിയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അക്രമം നടത്തിയ ആളുകളെ ആരാണോ അവരെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനും ശിക്ഷിക്കാനും നമ്മുടെ ഭരണകൂടത്തിന് കഴിയുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം നമ്മുടെ അയൽ സംസ്ഥാനം, അയൽ രാജ്യം, അവരും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. യുദ്ധമുണ്ടായാൽ അവിടെയും ഇവിടെയും മരിക്കുന്നതും മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ യുദ്ധമില്ലാതെ സമാധാനത്തിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഉബൻ വഖബാഇല ലിതആറഫു. ഓ മനുഷ്യരെ, നിങ്ങളെ ഒരേ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ വിവിധ ഗോത്രങ്ങളും നാടുകളും ഭാഷക്കാരും ദേശക്കാരും ഒക്കെ മാറ്റി പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള ഏത് മതത്തിലും ജാതിയിലും പെട്ടവരാണ് മനുഷ്യരെല്ലാവരും ഒരു ഉമ്മയുടെയും വാപ്പയുടെയും മക്കളാണ്. ആർക്ക് അപകടം സംഭവിച്ചാലും ആർക്ക് പ്രയാസമുണ്ടായാലും അത് ആദം നബിയുടെ മക്കളാണ്, നമ്മുടെ സഹോദരനാണ്, സഹോദരിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുള്ളവരൊക്കെ നല്ലവർ, അല്ലെങ്കിൽ മറ്റുള്ളവരുള്ളവർ മോശമാണ്, അല്ലെങ്കിൽ മറ്റുള്ള മുസ്ലിങ്ങളെല്ലാം നല്ലവർ, മറ്റൊരാൾക്ക് മോശം എന്ന ചിന്താഗതി നമുക്കുണ്ടാവാൻ പാടില്ല. എല്ലാ മനുഷ്യരും നമ്മുടെ ഉമ്മയുടെയും വാപ്പയുടെയും മക്കളാണ്. അതുകൊണ്ട് ആർക്കും ഒരു പ്രയാസം ഉണ്ടാവാത്ത രൂപത്തിൽ ഇത് വളരെ രമ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരിഹാരം നിർദ്ദേശിക്കുമാറാകട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി. കാരണം ഇതിൽ അക്രമികൾ മാത്രമല്ല, നിരപരാധികളായ നല്ലവരായ സത്യവിശ്വാസികളും അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ ഇതിൽ പ്രയാസപ്പെടും. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ മതത്തിലും പെട്ട നല്ലവരായ മനുഷ്യർ ഇതിൽ അകപ്പെടും. മാത്രമല്ല, രണ്ട് രാജ്യത്തിന്റെ കയ്യിലും സർവനാശകാരിയായ ന്യൂക്ലിയർ ഉള്ള രാജ്യങ്ങളാണ്. അത് പ്രയോഗിക്കപ്പെട്ടാൽ നമ്മൾ ഇപ്പോഴും അതിന്റെ കെടുതി നമ്മൾ ലോകത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്, ഒരിക്കൽ ഉപയോഗിച്ചതിന്റെ. അതുകൊണ്ട് അവിവേകികളായ ആളുകളുടെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം. അള്ളാഹു നമ്മുടെ ഭരണാധികാരികൾക്ക്, അയൽ രാജ്യത്തുള്ള ഭരണകൂടത്തിനുമെല്ലാം അള്ളാഹു വിവേകം പ്രദാനം ചെയ്യുമാറാകട്ടെ. വിട്ടുവീഴ്ചയുടെയും സ്നേഹത്തിന്റെയും സഹോദരത്തിന്റെയും മാർഗം ഇരു രാജ്യത്തിനും ഭരണാധികാരികൾക്കും അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشفي خلقنا بالنار، ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المصير وبئس القرار. ربنا خلص المسلمين من مشارق الأرض إلى مغاربها من قهر أعدائك الكافرين، من قهر أعدائك اليهوديين، من قهر أعدائك النصرانيين، من قهر أعدائك الظالمين، من قهر أعدائك الحاسدين، من قهر أعدائك الفاسقين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وعلى آله. الحمد لله رب العالمين.